അപാകത കണ്ടെത്തിയ മൂത്തകുന്നം വി.പി. തുരുത്തുപാലം സന്ദർശിച്ച് വിദഗ്ധ സംഘം. ദേശീയപാത 66-ൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ തൂണുകളാണ് കഴിഞ്ഞ ദിവസം താഴ്ന്നതായി ദേശീയപാത അതോറിറ്റി കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ പി. പ്രദീപിന്റെ നേതൃത്വത്തിൽ സംഘം പാലം സന്ദർശിച്ച് പരിശോധന നടത്തിയത്. ഏകദേശം 500 മീറ്റർ ദൂരത്തിലുള്ള തൂണുകൾക്കാണ് അപാകത കണ്ടെത്തിയിരിക്കുന്നത്. ദേശീയപാത 66 പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന മൂത്തകുന്നം വി.പി. തുരുത്തുപാലത്തിന്റെ 2 തൂണുകളിലുണ്ടായ താഴ്ച പരിശോധിക്കാൻ പാലം സന്ദർശിച്ച് വിദഗ്ധ സംഘം. കഴിഞ്ഞ ദിവസം പാലം നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് തൂണുകൾ താഴ്ന്നതായി ദേശീയപാത അതോറിറ്റി സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പരിഹാരമായി പാലത്തിൽ ഭാഗികമായ പൊളിച്ചു പണിയൽ വേണ്ടിവരുമെന്നാണ് സൂചന. താഴ്ന്ന തൂണുകൾ ഉയർത്തുന്നതിന് പാലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാരമുള്ള സ്റ്റീൽ ഗർഡറുകളും മറ്റ് ഘടകങ്ങളും നീക്കം ചെയ്യേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സ്വീകരിക്കേണ്ട അന്തിമ പരിഹാര നടപടികൾ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ പി. പ്രദീപിന്റെ നേതൃത്വത്തിൽ പാലം നിർമ്മാണത്തിൽ വിദഗ്ധരായ സംഘമാണ് പരിശോധന നടത്തിയത്. തൂണുകൾ താഴ്ന്ന ഭാഗത്തും പാലത്തിന്റെ മുകളിലുമായി വിശദമായ പരിശോധന നടന്നു. തൂണുകൾ താഴ്ന്നതല്ലാതെ പാലത്തിൽ ഘടനാപരമായ മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഏകദേശം 500 മീറ്റർ ദൂരത്തിൽ തൂണുകൾ താഴ്ന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. തൂണുകൾ എത്ര വരെ താഴ്ന്നുവെന്നും ഏതെങ്കിലും പാറയിൽ തങ്ങി നിൽക്കുകയാണോ എന്നും കണ്ടെത്തുവാൻ കൂടുതൽ വിദഗ്ധരുടെ സംഘം ഇനിയും പരിശോധന നടത്തുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. യഥാർത്ഥ കാരണം കണ്ടെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേ-ബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.